നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് തലച്ചോറിലേക്ക് വരെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷബിലിയാണ്. നമ്മൾ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ചെവിൻ്റെ അകത്ത് ചെവിക്കായ നിറഞ്ഞിട്ട് അതുകൊണ്ടുണ്ടാണ് വേദന. അതല്ലെങ്കിൽ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പഠിച്ചിട്ട് തിരിക്കേണ്ട അവസ്ഥ വരിക, ഒരു ചൊറിച്ചിൽ, ബുദ്ധിമുട്ടൊക്കെ. പല ആളുകളും ഈ ഒരു ചെവിക്കായ റിമൂവ് ചെയ്യുന്നത് ശരിയല്ലാഞ്ഞിട്ട് അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ 90% ചെവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചെവിൻ്റെ അകത്ത് ഓരോന്നിട്ട് തിരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം, ബഡ്സ് ശരിക്കും നമുക്ക് ചെവിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ചെവിൻ്റെ അകത്ത് വരുന്ന ചെവിക്കായം, ഇത് എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ടെക്നിക്കുകൾ എന്തൊക്കെ, ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ എന്താണ് ഈ ചെവിക്കായം? നമ്മുടെ ചെവിൻ്റെ അകത്ത് കുറച്ച് ഗ്രന്ഥികളുണ്ട്. സെറുമിനസ് ഗ്രന്ഥി, സെബേഷ്യസ് ഗ്രന്ഥി എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. അത് ചില സെക്രീഷൻസ്, ദ്രാവകങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആ ദ്രാവകങ്ങളും ചെവിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന പൊടിപടലങ്ങളും അവിടെ ഉണ്ടാകുന്ന ഡെഡ് ആയിട്ടുള്ള കോശങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ശരിക്കും ഈ സെറിമൺ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ചെവിക്കായം എന്ന് പറയുന്നത്. ശരിക്കും ഇത് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മളെ ചെവിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന പൊടിപടലങ്ങളെ ഒട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ അകത്തേക്ക് വരുന്ന ബാക്ടീരിയ, ഫംഗസ്, ബാക്കിയുള്ള നമുക്ക് കേടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് അതിനൊക്കെ പൊരുതാനുള്ള കഴിവ്, അതിനൊക്കെ നശിപ്പിക്കാനുള്ള കഴിവും നമ്മുടെ ഈ ചെവിക്കായത്തിനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന, എല്ലാ ദിവസവും ഇതിൻ്റെ അകത്ത് ബഡ്സ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ള കളറിൽ ക്ലീൻ ആക്കി വെക്കുന്ന ആളുകളാണ് പല ആളുകളും. ബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രതിരോധ ശേഷി ചെവിൻ്റെ അകത്ത് നഷ്ടപ്പെടുകയാണ്. ഇത് മാത്രമല്ല ഈ ബഡ്സിൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ ബഡ്സ് വാങ്ങുന്നതിൻ്റെ മുന്നേ ആ പുറത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് ചെവിക്കകത്ത് ഇടാനുള്ളതല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെവിൻ്റെ പുറം ഭാഗങ്ങൾ ക്ലീൻ ആക്കാനുള്ളതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മളിതെടുത്തിട്ട് ചെവിൻ്റെ അകത്തിടും. അപ്പൊ അപകടം എന്താണെന്നറിയോ? നമ്മൾ ഈ ചെവിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ ആ പുറം ഭാഗത്ത് മാത്രമാണ് ശരിക്കും ഈ ഗ്രന്ഥികളുള്ളതും അവിടെ ചെവിക്കായ ഉണ്ടാക്കുന്നതും. പക്ഷെ നമ്മൾ അകത്തേക്ക് ഇടുമ്പോൾ ഇത് അകത്തേക്ക് പോകും ഈ ചെവിക്കായം. അത് പിന്നെ എടുക്കാൻ കിട്ടാത്ത അവസ്ഥയ്ക്ക് എത്തും. അവിടെ കുമിഞ്ഞു കൂടി അത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് പോകുന്നു. ഇതാണ് പല ആളുകൾക്കും ചെവി പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അത് വേദനയായി, ചെവിയിൽ നിന്ന് നീരൊലിക്കലായി, കുട്ടികളൊക്കെ ആണെങ്കിൽ ഉറങ്ങാത്ത അവസ്ഥ, വേദനിച്ച് കരയുന്ന അവസ്ഥ. ഈ ഇടുന്ന ഈ ബഡ്സ് കുറച്ച് ക്വാളിറ്റി കുറവൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ പഞ്ഞി അകത്ത് കുടുങ്ങിയിട്ടുണ്ടാകുന്ന പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഈ ചെവിൻ്റെ അകത്തുള്ള ചർമ്മം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മമാണ്. നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിക്കുമ്പോൾ അവിടെ ചെറിയ മുറിവുകളൊക്കെ വരാനും അത് ഇറിറ്റേറ്റഡ് ആയിട്ട് അവിടെ നീരൊലിക്കാൻ, വേദന ഉണ്ടാവാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് സത്യം. ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ബഡ്സിന്റെ പുറത്ത് ഒരു അടയാളം പോലും പാടില്ല, അങ്ങനെ വൃത്തിയാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് തോടെ നിർത്തണം കേട്ടോ. അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം തന്നെ ആയിരിക്കും, അപ്പൊ ഡോക്ടറെ എങ്ങനെ ഇപ്പൊ ഇത് ക്ലീൻ ആക്കേണ്ടത് എന്നുള്ള. ഒരു വലിയ ശതമാനം ആളുകളുടെയും ചെവി ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ചെവിക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ കായങ്ങളെ റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചെവിൻ്റെ അകത്തുനിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് പുറത്തേക്കാണ്. അപ്പോൾ ഒരു എസ്കലേറ്ററിലൂടെ ഇങ്ങനെ കയറി പോകുമ്പോൾ എങ്ങനെയാണോ നമ്മൾ താഴ്ന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നത്, അതേപോലെ ഉള്ളിലുള്ള കോശങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് കാരണം നമ്മുടെ ആ ഒരു ചെപ്പി പുറത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ ഇറങ്ങിപ്പോവും, ഒലിച്ചു പോകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വായിട്ട് ഇങ്ങനെ ചവക്കുന്ന സമയത്ത്, വായക്കനക്കങ്ങൾ, സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ചെവിക്കായം ഇളകി പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല, കിടന്നുറങ്ങുമ്പോൾ തന്നെ ചാടി പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചെവിക്ക് കറക്റ്റ് ഒരു മെക്കാനിസം ഉണ്ട് പുറന്തള്ളാന്. നമ്മൾ അധിനിവേശം നടത്തുകയാണ്. അതിലേക്ക് നമ്മളുടെ ആയിട്ടുള്ള പരിപാടികൾ നടത്തുമ്പോൾ അതിൻ്റെ കേട് നമ്മുടെ ശരീരത്തിൽ കാണിക്കും. അതാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ ചെവിൻ്റെ അകത്ത് ഈ ചെവിക്കായ കടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു നിലക്കും പോരുന്നില്ല, വേദന ഉണ്ടാവുകയൊക്കെയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? സിമ്പിളാണ്. വെളിച്ചെണ്ണ ഉണ്ടല്ലോ വീട്ടിൽ, ആ വെളിച്ചെണ്ണ കുറച്ചൊരു സ്പൂണിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി, കുറച്ചൊന്ന് ചൂടാക്കുക. അതായത് തണുപ്പ് പിടിപ്പിക്കുക എന്ന് പറയില്ലേ, ചെറിയ നീര് ചൂട് അത്രേ പാടുള്ളൂ. ഇനി പൊള്ളിച്ചുണ്ടാക്കരുത് കേട്ടോ. ആ ചെറിയ ചൂടിൽ നമ്മൾ ചെവിൻ്റെ അകത്തേക്ക് ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് 2 ഡ്രോപ്പ് ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഉറ്റിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടത്. ഒരു ചെവിയിൽ, ഇപ്പോൾ ഈ ചെവിയിൽ നിങ്ങൾ 2 ഡ്രോപ്പ് ഉറ്റിക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു വെക്കുക. എന്തിനാ?
ആ ഒറ്റിച്ചത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ഇറങ്ങിപ്പോയി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെരിഞ്ഞ് ഇങ്ങനെ കിടന്നു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കുക. അതല്ല ഈ ചെവിക്ക് മാത്രമേ പ്രശ്നമുള്ളൂവെങ്കിൽ, ഈ ചെവിയിൽ മാത്രമേ കായുള്ളൂവെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങുക കേട്ടോ. പിന്നെ 2 ചെവിക്കും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം കിടന്നു കൊടുത്തതിന് ശേഷം ഈ ചെവിയിൽ എന്ത് ചെയ്യുക, ഉറ്റിക്കുക. ഈ ചെവിയിൽ ഉറ്റിച്ചിട്ട് 2 മിനിറ്റ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ ചെവിയിൽ എന്ത് ചെയ്യുക, കുറച്ച് നേരം 5 മിനിറ്റ് കിടന്നു കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 2-3 ദിവസം ഒറ്റിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി പോരും കേട്ടോ. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്തിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അവിടുന്ന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതൊന്നും പരീക്ഷിക്കാൻ പോകണ്ട. ചെവിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും ചോര, രക്തം കലർന്നത്, അതല്ലെങ്കിൽ അതിന് മണം വരിക, അതല്ലെങ്കിൽ മഞ്ഞ കളറ്, പച്ച കളറ്, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും. കാരണം അത് ഇൻഫെക്ഷനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് തലച്ചോറിലേക്ക് വരെ കയറി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം.